എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്താണ് ജനറേഷണൽ കഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജനറേഷണൽ കഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ സൈക്കിളിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ ആളുകളെ എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും എല്ലാ പോസിറ്റീവ് വൈബ്സിനും ഒക്കെ ഈശ്വരൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ എന്താണ് ജനറേഷണൽ കഴ്സ്? കഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു കുറ്റമാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മളുടെ പൂർവികർ ഓരോ ജനറേഷൻ വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മുടെ കുടുംബത്തിൽ അത് പല രീതിയിലാകാം. അതായത് അഡിക്ഷൻസ്, നമുക്ക് മുമ്പേ ഉള്ള തലമുറയിലുള്ള ആളുകൾ പുകവലി, മദ്യപാനം, അല്ലെങ്കിൽ വഴിവിട്ട റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട ആ ഒരു രീതിയിലുള്ള ഒരു അരഗൻ നേച്ചർ, അല്ലെങ്കിൽ ദേഷ്യം അങ്ങ് ക്രമാതീതമായി കൂടിക്കൊണ്ട് വയലൻസ് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഉള്ള പൂർവികർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ ഒരു കഴ്സ് അടുത്ത ജനറേഷനിലെ ആളുകളിലേക്കും പകർന്ന് കൊടുക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് അടുത്ത തലമുറയിലേക്ക് അത് പകർന്ന് ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പല ആളുകളും മരണം സംഭവിക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പോവർട്ടി മൈൻഡ് സെറ്റ്, നമുക്ക് പൈസയൊന്നുമില്ല, അല്ലെങ്കിൽ മുമ്പേയുള്ള തലമുറകൾ, അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള തലമുറയൊന്നും കാശൊന്നും കൊണ്ടല്ല ജീവിച്ചത്, അന്നത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ട് ആ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാം നേടിക്കൊണ്ട് ജീവിക്കണം എന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ള ആ ഒരു പോവർട്ടി മൈൻഡ് സെറ്റിൽ ഉള്ള നമ്മളുടെ ആ ഒരു ജനറേഷൻ വൈസുള്ള ആ ഒരു ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടും ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി ഇഷ്യൂസ്, അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മളുടെ ആശയങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഒന്നും പൂവണിയാൻ പറ്റാത്ത രീതിയിൽ മുതിർന്ന ആളുകൾ കണ്ണുരുട്ടിയും ഭയപ്പെടുത്തിയും അവർ ശാസിച്ചും അല്ലെങ്കിൽ നിർബന്ധിച്ചും ഒക്കെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്ന രീതിയിൽ ഓരോ ജനറേഷനിൽ ചെയ്ത് വന്ന തെറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന പക, അസൂയ, വിരോധം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വിദ്വേഷം, അതും എല്ലാം പഴയ തലമുറയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പകർന്നു കിട്ടിയ ആ ഒരു ജനറേഷണൽ കഴ്സ്, അല്ലെങ്കിൽ പൂർവികരായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന നമുക്ക് പലതരത്തിലുള്ള ട്രഡീഷൻസ്, കസ്റ്റംസ്, വേണ്ടാത്ത രീതിയിലൊക്കെയുള്ള ആ തരത്തിലുള്ള ആ ഒരു കസ്റ്റംസ് എല്ലാം ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ പകർന്നു കിട്ടി നമ്മൾ ചെയ്യുമ്പോൾ അതും വലിയ തെറ്റുകളാണ്. അങ്ങനെ നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തെറ്റിൻ്റെ മുകളിൽ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരം അവിടെ നമുക്ക് ദോഷങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് സാധിക്കില്ല. ഈശ്വരൻ്റെ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ, അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തിനെ തേടി, ആ വെളിച്ചത്തിനെ തേടി നടക്കാൻ ഒരു ശ്രമം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു എംപാത്ത്, അല്ലെങ്കിൽ സ്റ്റാർ സീഡ്, അല്ലെങ്കിൽ ചോസൺ വൺസ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ അകത്തലങ്ങളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന കുടുംബത്തിലെ ഒരു വ്യക്തിയായാലും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അറിഞ്ഞോ അറിയാതെയുള്ളൊരു കർത്തവ്യമാണ് ഈ ജനറേഷണൽ കഴ്സിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അവർ അറിഞ്ഞും അറിയാതെയും, അല്ലെങ്കിൽ അവരുടെ ഇന്നർ സ്ട്രെങ്ത് എല്ലാം എടുത്ത് പല ആളുകളുടെയും വിരോധത്തിന് പാത്രമായിക്കൊണ്ട് നമ്മൾ ആ ജനറേഷണൽ കഴ്സ് തലമുറകളായിട്ട് ചെയ്തു വരുന്ന ആ തെറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് അതവിടെ തീരുകയും പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം പിന്നെ ആ കുടുംബത്തിലെ പുതിയ തലമുറകൾക്ക് ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ കണ്ട് പുതിയ തലമുറകൾ വളരുകയും
അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, പ്രിൻസിപ്പിൾസ് എല്ലാം മാറി അവർ ചിന്തിച്ച് ജീവിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിലേക്ക്, പുതിയ പുതിയ ജനറേഷനിലേക്ക് അത് വർഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇതാണ് ജനറേഷണൽ കഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലും കൂടുതൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക? വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബപരമായിട്ട് എത്രയോ തലമുറകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരാൾക്ക് വന്ന് അത് നിർത്താനോ അല്ലെങ്കിൽ എതിർക്കാനോ സാധിക്കുകയില്ല. അപ്പം മറ്റ് പല ആളുകളുടെയും വിരോധത്തിന് പാത്രമാകും. മറ്റ് പല ആളുകളും ഈ പറയുന്ന ആളിനെ വളരെ മോശമായിട്ട് മുദ്ര കുത്തും. എന്നാലും ആ സോളിൻ്റെ ആ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഈശ്വരൻ ആ സോളിലൂടെ ഒരു ഇൻഡ്യൂഷൻ പോലെ, ഡീപ്പ് ഗൈഡൻസ് പോലെ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ എർജ് ചെയ്യും. അപ്പോൾ പോവർട്ടി മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലൊക്കെ വളർന്നു വരുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം അപ്പൂപ്പൻ അമ്മുമ്മ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള തലമുറ, പിന്നെ അല്ലെങ്കിൽ അച്ഛനമ്മ ഒക്കെ പറയും നമുക്ക് പൈസയൊന്നുമില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിലുള്ളവരാ, അപ്പം നമുക്ക് പഠിക്കാനും അത്തരത്തിൽ ഉയരാനും ഒന്നും പറ്റില്ല. മറ്റുള്ളവർ ആ രീതിയിലൊക്കെ വളരുമ്പോൾ നമ്മൾ അവരെ കണ്ട് അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കരുത് എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ നമ്മൾ മാറ്റിക്കൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ആർക്കും പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നാം അതിനെ ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി സ്വീകരിക്കണം. നമ്മളുടെ ചിന്താഗതിക്ക് മാറ്റം സംഭവിക്കണം. അവർ പഴയ തലമുറകൾ അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവരെ തിരിച്ചു പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. അപ്പോഴാണ് ആ ഒരു ജനറേഷൻ കഴ്സിന് ബ്രേക്ക് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൊണ്ടും ഇത് സാധിക്കത്തില്ല, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റായി നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരാശക്തിയുമായിട്ട് വളരെ കണക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർമ്മം ആണ് ഈ വലിയ ഒരു തെറ്റിൽ നിന്ന് വരുന്ന തലമുറയെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം. വളരെ കഠിനമായ, വളരെ വലിയ ഒരു ദൗത്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് വളരെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന നമ്മളുടെ കുടുംബത്തിലുള്ള ചിലപ്പോൾ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇതിനെതിർത്താലും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മളാൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. അങ്ങനെ അതിൻ്റെ അല പിന്നെ അടിക്കുമ്പോൾ ചുറ്റിനും നിൽക്കുന്ന ആളുകളും സമൂഹവും നമ്മളെ തിരിച്ച് മോശമായിട്ട് ചിത്രീകരിക്കും. അവിടെയും നമ്മൾ വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു വ്യൂസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ അഡിക്ഷൻസ്, തെറ്റായ മോശമായിട്ടുള്ള ആ ഒരു ദുശീലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ജീവിച്ചു വരുന്ന ആളുകളിൽ നിന്ന് എനിക്ക് എന്ത് മാറ്റം വരുത്താൻ കഴിയും, മറ്റുള്ളവരെ പോലെ എനിക്ക് പറ്റില്ല, എനിക്ക് നല്ല രീതിയിൽ ഒരു വെളിച്ചമായി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കണം എന്ന് കരുതി നമ്മൾ മാറി ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഡിക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കോഡിപ്പെൻഡൻസി, ആ ഒരു തരത്തിലുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിനെല്ലാം ഒരു ബ്രേക്ക് വന്നുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ വരുന്ന തലമുറ നിങ്ങളെ ഒരു വെളിച്ചമായി കണ്ടുകൊണ്ട് അവരും ആ ഒരു ജീവിതശൈലി സ്വീകരിക്കും. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയും നമ്മളിൽ കൺട്രോൾ ചെയ്യുകയും അങ്ങനെയല്ലേ കാലാകാലങ്ങളായിട്ട് അങ്ങനെയല്ലേ കാര്യങ്ങൾ നടന്നു വരുന്നത്, ഒരാളായിട്ട് മാറ്റാനൊന്നും ശ്രമിക്കേണ്ട, അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് കരുതി നമ്മളെ ഇങ്ങനെ പെയിൻഫുള്ളായിട്ട് എപ്പോഴും ഇങ്ങനെ കുത്തി നോവിക്കുകയും അവരുടെ ആദർശങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക. അതാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെ ഈ
ജനറേഷൻ കഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ഒരു പ്രയോറിറ്റി കൊണ്ടുവരിക. എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളതിനെ, വേണ്ടതിനെ ഉൾക്കൊള്ളുകയും വേണ്ടാത്തതിനെ തിരസ്കരിക്കാനുമുള്ള പൂർണ്ണ മനസ്സ്. അല്ലാതെ അയ്യോ അത് പോയാൽ എന്ത് ചെയ്യും, അതും എൻ്റെ കൂടെ ഇരിക്കട്ടെ, ഇതും എൻ്റെ കൂടെ നിൽക്കട്ടെ, എല്ലാം അങ്ങ് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒറ്റപ്പെട്ടു പോവില്ലേ എന്നുള്ളൊരു ചിന്താഗതി മാറ്റിക്കൊണ്ട് നമുക്ക് ഈശ്വരൻ്റെ നല്ല വെളിച്ചത്തിനെ ഉൾക്കൊള്ളാനും നമുക്ക് നല്ലത് തരാത്ത എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊരു വെളിച്ചമായി ജീവിക്കുമ്പോൾ അവിടെയും ആ ജനറേഷൻ വൈസുള്ള കഴ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. കഴ്സിൻ്റെ വിപരീതം എന്ന് പറയുമ്പോൾ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് ആ തെറ്റ് നമ്മൾ മറിച്ച് അല്ലെങ്കിൽ തെറ്റിനെ നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്ക് മാത്രമല്ല പിന്നെ അങ്ങോട്ടുള്ള തലമുറകൾക്ക് അത് ഇങ്ങനെ ഷവർ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറേഷൻ കഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ദേവാലയങ്ങളിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സപ്താഹം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ആ ഒരു മഹർഷി ശ്രേഷ്ഠന്മാരുടെ തുല്യമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരൂസ്, അവരുമായിട്ടൊക്കെ ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യുകയും അവർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയും നമുക്ക് കുടുംബപരമായിട്ട് ഉള്ള കഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം മറ്റുള്ളവർ നമ്മൾ മോശമാണ്, നമ്മൾക്ക് വേറൊരു ജോലിയുമില്ല, എല്ലാവരെയും എതിർക്കുന്നു, നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു, അപ്പോൾ നമ്മളെ വളരെ വില കുറച്ച് ഭ്രാന്താണ് എന്നൊക്കെ മുദ്ര കുത്തുന്ന രീതിയിൽ ഈ 3D വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾക്ക് സ്പിരിച്വൽ റെലം അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസിൽ കോടാനുകോടി ശക്തികൾ ഉള്ള ആ ഒരു ശക്തി വൈഭവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും അവർ നിങ്ങളുടെ ഈ എഫേർട്ടിന്, പ്രയത്നത്തിന് 100 മാർക്കും തന്ന് എപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടെന്ന് നിങ്ങളെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആക്കി നിർത്തുമെന്ന് മാത്രമല്ല, പിന്നെയുള്ള തലമുറകൾ നിങ്ങളെ ഒരു വെളിച്ചമായി കൊണ്ടുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിക്കൊണ്ട് പുതിയ ഒരു ലൈഫ് സ്റ്റൈലിൽ പുതിയ ജനറേഷൻസ് ജീവിക്കാൻ അത് സഹായിക്കും, അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.